ഹായ് ഓൾ, ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ആൻറ്റ്സ് എന്ന് പറയുന്ന ഒരു പോമാണ്. ആൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്കിവിടെ പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഉറുമ്പിനെയാണ് നമ്മൾ ആൻറ്റ് എന്ന് പറയുക. ഓക്കെ, ഹിയർ ഈസ് എ പോം അബൌട്ട് ആൻറ്റ്സ്. ഇവിടെ ഉറുമ്പുകളെക്കുറിച്ചുള്ള ഒരു പോമാണ് കൊടുത്തിട്ടുള്ളത്. റീഡ് ആൻഡ് എൻജോയ്, വായിച്ച് രസിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു പോം വായിക്കാം. ആൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറുമ്പുകൾ. അതാണ് ഈ ഒരു പോയത്തിൻ്റെ ടൈറ്റിൽ വരുന്നത്. സച്ച് എ ലിറ്റിൽ തിങ് വി കോൾ ദ ആൻറ്റ്, ഇറ്റ് സീംസ് ഹി ഹാസ് നോ വേർഡ് ഫോർ കാൻറ്റ്. ലിറ്റിൽ തിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കുഞ്ഞൊരു സാധനം അല്ലേ. വി കോൾ ദ ആൻറ്റ്, അതായത് അത്രയും കുഞ്ഞൊരു സാധനത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഉറുമ്പ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് സീംസ് ഹി ഹാസ് നോ വേർഡ് ഫോർ കാണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കഴിയില്ല അല്ലെങ്കിൽ സാധിക്കില്ല എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. ഇവിടെ ഉറുമ്പിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു വാക്കേ ഇല്ലെന്നാണ് പറയുന്നത്. അതായത് അവരുടെ ജീവിതത്തിൽ എന്നെക്കൊണ്ട് പറ്റില്ല അല്ലെങ്കിൽ എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ ഒരു കാര്യം അവർ മാറ്റിവെക്കില്ല. അവരുടെ മാക്സിമം അവർ ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുക. അപ്പം കഴിയില്ല എന്നൊരു വാക്ക് അവർക്കില്ല. ഓക്കെ, they will climb up, over, around and through. It seems there is nothing ants can't do. ക്ലൈംബ് അപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിലേക്ക് ഇങ്ങനെ പിടിച്ച് കയറുക. ദേ വിൽ ക്ലൈംബ് അപ്പ് ഓവർ, അവർക്ക് മുകളിലേക്ക് ഇങ്ങനെ പിടിച്ച് കയറാനായിട്ട് സാധിക്കും. പിന്നെ എന്താണ്? എറൗണ്ട് എന്ന് പറഞ്ഞാൽ ചുറ്റും അല്ലേ. ഇപ്പോൾ ഈ മരത്തിൻ്റെ കാര്യത്തിൽ തന്നെ ആ ഉറുമ്പിന് മുകളിലേക്ക് പിടിച്ച് കയറുക മാത്രമല്ല, ആ ഒരു മരത്തിൻ്റെ ചുറ്റിലും ഇങ്ങനെ പോകാനായിട്ട് കഴിയും, സഞ്ചരിക്കാനായിട്ട് കഴിയും അല്ലേ. ഇപ്പം വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ ചെയറിൻ്റെയോ അല്ലെങ്കിൽ ടേബിളിൻ്റെയോ ഒക്കെ കാലിൽ കൂടെ ഇങ്ങനെ ഉറുമ്പിന് കയറാൻ പറ്റില്ലേ, അതിൻ്റെ ചുറ്റിലൊക്കെ പോകാൻ പറ്റില്ലേ, അതാണ് പറയുന്നത്. അപ്പോൾ അവയ്ക്ക് മുകളിലേക്ക് ഇങ്ങനെ പിടിച്ച് കയറാനും പറ്റും, അതിൻ്റെയൊക്കെ ചുറ്റിലും പോകാനും പറ്റും. ആൻഡ് ത്രൂ, പിന്നെ അത് മാത്രമല്ല ഉള്ളിലൂടെയും പോകാം. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥം, ഒരു കേക്കോ അല്ലെങ്കിൽ ഒരു ബണ്ണോ, അതിൻ്റെ ഉള്ളിൽ കൂടെ ഉറുമ്പിനിങ്ങനെ എന്താണ് കഴിച്ച് ഇങ്ങനെ ഉള്ളിലേക്ക് കയറി പോകാൻ പറ്റില്ലേ? പറ്റും. അതാണ് പറയുന്നത്, ഉള്ളിലൂടെയും കയറി പോകാൻ പറ്റും. ഇറ്റ് സീംസ് ദർ ഇസ് നത്തിങ് ആൻറ്റ്സ് കാൻ ഡു. ഇത് കാണിക്കുന്നത് എന്താണ്? ഉറുമ്പിന് ചെയ്യാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല, ഉറുമ്പിനെല്ലാം ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് കേട്ടോ. ദേ നെവർ ക്വിറ്റ്, ദേ നെവർ സ്റ്റേ. അവരൊരിക്കലും ക്വിറ്റ് ചെയ്യില്ല, അതായത് ഒരിക്കലും ഒരു കാര്യവും നിർത്തിവെക്കില്ല. അവരെന്തെങ്കിലും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക, അപ്പോൾ അതിനെന്തെങ്കിലും ഒരു തടസ്സം വരികയാണ്, അപ്പോൾ അതവർ നിർത്തിവെക്കില്ല. ഇനി എന്താ മാർഗം എന്ന് അന്വേഷിക്കുകയാണ് ചെയ്യുക. മാക്സിമം അവർ ട്രൈ ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, ദേ നെവർ സ്റ്റേ, അവരൊരിക്കലും വെറുതെ ഇരിക്കില്ല, അവരിങ്ങനെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ദേ ഓൾവേസ് ഫൈൻഡ് അനദർ വേ. അപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിന് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? വേറൊരു മാർഗം തേടും അല്ലെങ്കിൽ വേറൊരു വഴി തേടും. ഓക്കെ, അവരെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ആ ഒരു കാര്യം നടക്കില്ല, മുന്നോട്ട് പോകില്ല എന്ന് കണ്ടാൽ അവരൊരിക്കലും എന്ത് ചെയ്യില്ല? അത് ക്വിറ്റ് ചെയ്യില്ല, ചെയ്യാതിരിക്കില്ല. പകരം എന്ത് ചെയ്യും? അവർ വേറൊരു മാർഗം തേടും. ഓക്കെ, ടു ഗെറ്റ് ടു വേർ ദേ നീഡ് ടു ഗോ. എന്നിട്ട് അവർക്ക് എവിടെയാണോ എത്തേണ്ടത് അങ്ങോട്ടേക്ക് അവർ പോകും, മറ്റൊരു മാർഗം കണ്ടെത്തിയിട്ട്. ഓക്കെ, ഐ വണ്ടർ ഹൗ ദേ സീം ടു നോ. അപ്പോൾ ഇവിടെ കവി ആശ്ചര്യപ്പെടുകയാണ്. വണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആശ്ചര്യം അല്ലെങ്കിൽ അത്ഭുതം. അപ്പോൾ കവി ഇവിടെ ആശ്ചര്യപ്പെടുകയാണ്, എങ്ങനെയാണ് ഇവർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് എന്ന് ചിന്തിച്ചിട്ട്. ദിസ് ബഗ് സോ സ്മോൾ, ദിസ് ടൈനി സ്പെക്ക് ക്യാൻ ടീച്ച് us all how to earn respect. ബഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞു ജീവി, സൂക്ഷ്മജീവി, അതിനാണ് നമ്മൾ ബഗ് എന്ന് പറയാം. ദിസ് ബഗ് സോ സ്മോൾ, ഈ ഒരു കുഞ്ഞു ജീവി എന്താണ്? വളരെ ചെറുതാണ്, സോ സ്മോളാണ്. ദിസ് ടൈനി സ്പെക്ക്, ടൈനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സ്മോൾ തന്നെയാണ് കേട്ടോ, കുഞ്ഞത്, വളരെ ചെറുത് എന്നുള്ളതാണ്. സ്പെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുത്ത് അല്ലെങ്കിൽ ഒരു കല എന്നൊക്കെ പറയില്ലേ, അത്രയും കുഞ്ഞാണ് ഈ ഒരു ജീവി എന്ന് പറയുന്നത്. ഇതിനെന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ക്യാൻ ടീച്ച് us all how to earn respect. റെസ്പെക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ബഹുമാനം അല്ലേ. അപ്പോൾ ഈ ഒരു കുഞ്ഞു ജീവിയായിട്ടുള്ള ഉറുമ്പ് നമ്മളെ ടീച്ച് ചെയ്യാണ്, നമ്മളെ പഠിപ്പിക്കുകയാണ് ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരിൽ നിന്നും റെസ്പെക്റ്റ്, ബഹുമാനം നേടിയെടുക്കേണ്ടത് എന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇതുവരെ പറഞ്ഞത്? ഒരു കുഞ്ഞു ജീവി, അതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഉറുമ്പ് എന്നാണ് വിളിക്കുന്നത്. കാണ്ട്, അതായത് കഴിയില്ല എന്ന് പറയുന്ന ഒരു വേർഡ് അതിൻ്റെ ലൈഫിലില്ല, സാധിക്കില്ല എന്ന് പറഞ്ഞ് ഒരു കാര്യത്തിൽ നിന്നും മാറി നിൽക്കില്ല, മാക്സിമം എല്ലാം ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാണ് ഉറുമ്പുകൾ ചെയ്യുക. പിന്നെന്താണ്? അവർക്ക് ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് പിടിച്ച് മുകളിലേക്ക് കയറാനായിട്ട് കഴിയും. അതേപോലെ മരത്തിൻ്റെയൊക്കെ ചുറ്റിലും പോവാനായിട്ട് കഴിയും. പിന്നെ ഭക്ഷണ പദാർത്ഥം, കേക്ക് പോലെയുള്ള ഭക്ഷണ പദാർത്ഥത്തിൻ്റെ ഉള്ളിലൂടെ പോകാനായിട്ട് കഴിയും.
പിന്നെന്താണ്, ഉറുമ്പുകൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒരു കാര്യമില്ല എന്നാണ് പറയുന്നത്. അവർക്ക് അത്രമാത്രം കഴിവുകളുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അവരൊരു കാര്യവും ക്വിറ്റ് ചെയ്യില്ല. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിലെന്തെങ്കിലും തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ അത് നിർത്തി പോവില്ല. പിന്നെ എന്താണ്, ദേ നെവർ സ്റ്റേ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അവരൊരിക്കലും അടങ്ങിയിരിക്കില്ല. അവരിങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മളെപ്പോഴും കാണുക അല്ലേ. ഉറുമ്പ് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ടോ? ഇല്ല. പിന്നെ എന്താണ്, അവർ പുതിയ പുതിയ വഴികൾ കണ്ടെത്തും. ഏതെങ്കിലും ഒരു വഴിയിൽ തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ പുതിയ വഴി കണ്ടെത്തും. എന്നിട്ട് അവർക്ക് എവിടെയാണോ എത്തേണ്ടത് അവിടെ അവർ എത്തിച്ചേരുക തന്നെ ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് എന്താണ്, നമ്മളുടെ കവിക്ക് അത്ഭുതം തോന്നുകയാണ്. ഇവരെങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലാക്കിയത്, ഇവർക്ക് എങ്ങനെയാണ് ഇതൊക്കെ അറിയാവുന്നത് എന്നുള്ള കാര്യം ചിന്തിച്ചിട്ട്. പിന്നെ എന്താണ് ഇത്രയും കുഞ്ഞു ജീവിയാണ്, ഒരു പൊട്ട് പോലെയുള്ളൂ അല്ലേ. അപ്പോൾ അത്രയും കുഞ്ഞു ജീവി ആയിട്ട് പോലും നമ്മളെ എങ്ങനെയാണ് ജീവിതത്തിൽ റെസ്പെക്റ്റ് നേടിയെടുക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഈ ഒരു ഉറുമ്പ് എന്നാണ് കവി ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഒരു പോം ഉള്ളത്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും അതേപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക കേട്ടോ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.